ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പ്രത്യേകിച്ചിട്ട് ഓണത്തിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ്. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ, ഉള്ള കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഉള്ള പച്ചക്കറികളുകൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്. ഫ്രിഡ്ജിൽ ബാക്കിയായ കുറേ പച്ചക്കറികളുണ്ട്, അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ ഞാൻ മക്കൾ മദ്രസയിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ബ്രെഡും മുട്ടയും മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇത് ഒരു മടിയന്മാരെ സാൻഡ്വിച്ച് ആണെന്ന് പറയാം. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് മുട്ട ബുൾസി ആക്കിയിട്ട് അതിൽ കുരുമുളകും ഉപ്പും ഇട്ട് കൊടുത്തതാണ്. പിന്നെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കട്ടെ, അത് കുറച്ചും കൂടി നല്ലൊരു രസമുണ്ടാകും കാണേനെ. എന്നിട്ട് ടൊമാറ്റോ സോസും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ബ്രെഡിൻ്റെ സൈഡിലുമായിട്ടും. പിന്നെ അത് ചൂടാലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കുറവുമില്ല. ഇപ്പം ഞാൻ ഈ മഴയത്ത് പോകുന്നത് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ കൊണ്ടാക്കുമ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ലേനും, ചെറുതായിട്ട് മഴ പാർന്നതിനുള്ളും വെള്ളമൊന്നും കാര്യമിട്ടില്ല. പക്ഷേ രാവിലെ തന്നെ നല്ല മൂടി പിടിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തിനാ മദ്രസ സ്കൂളെല്ലാം വെച്ചേന്ന്. അതിൻ്റെ ഇടയിൽ അമ്മനെ സ്കൂളിൽ കൊണ്ടായി കൊടുത്തിട്ടുണ്ടേനും. പിന്നെ ഒരു 8 മണിയാൻ്റെയൊക്കെയാണ് സ്കൂളും മദ്രസയും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നത്. അതിന് ശേഷമാണ് ഉസ്താദ് ഫോട്ടോ അയക്കുന്നത്. ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പാരൻസ് വരാണ്ട് മക്കളെയൊന്നും വിടൂല എന്നും പറഞ്ഞിട്ട്. അത് നല്ലൊരു തീരുമാനമാണ്, കാരണം അധികം കുട്ടികളും മദ്രസ വിട്ടിട്ട് ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളും. ആ വീട് അടുത്ത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വേറൊരു വഴിയിലൂടെ പോയിട്ടാണ് മക്കളെ കൂട്ടിയിട്ടുള്ളത്. മുന്നോട്ടേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ, നേരെ റിവേഴ്സ് എടുത്തിട്ട് കുടയെ എടുത്തിട്ട് ചെറിയൊരു പോപ്പി കുട മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഓരോരുത്തരായിട്ട് കൂട്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും അങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. അതിന് ശേഷം പിന്നെ സൺഡേ മൺഡേ അങ്ങനെയൊന്നും സ്കൂളൊന്നും ഇല്ലേനും. ഇന്ന് കോഴിക്കോട് ജില്ലക്ക് അവധിയാണ്, കണ്ണൂർ ജില്ലക്ക് ഉണ്ട് കേട്ടോ. അപ്പം കാരണം അങ്ങനെ മഴയൊന്നും ഇപ്പം അങ്ങനെ പെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് പാറുന്നുണ്ട്, ഇടയ്ക്ക് പെയ്യും, അങ്ങനെയാണ്. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കേണ്ട തയ്യാറെടുപ്പിലാണ്. രാവിലെ മക്കൾക്ക് ലഞ്ചിന് കൊടുക്കാമെന്ന് വെച്ചിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും. കാരണം ചെമ്മീൻ മസാല നൂൽപ്പെട്ടുണ്ട്, അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീടാണല്ലോ സ്കൂളില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് നേരെ തന്നെ ചോറും കറിയും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് തുറന്ന സമയത്ത് ഇത്രയും വെജീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ മുന്നേ വാങ്ങി വെച്ചതാണ്. ഇനി വെച്ച് കഴിഞ്ഞാൽ വാടിപ്പോവും. കുറേയെല്ലാം വാടിയിട്ടുണ്ട്, ബീട്രൂട്ടും കോവക്കയെല്ലാം വാടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയും. ഞാൻ എടുത്ത സാധനമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പുളി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കുതിരാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പുളി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആയിട്ട് നമുക്കതിൻ്റെ വെള്ളമാണ് വേണ്ടത്. കണ്ട എൻ്റെ ചെമ്മീൻ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മൾ കൊഞ്ചെന്നാണ് പറയുക. ഇത് 1/2 കിലോനാണ്. 1/2 കിലോ 150 രൂപക്ക് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മേടിച്ച സാധനം ഞാൻ ഇപ്പാണ് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തത്. ചെറുതാണ്, വലുതിനെല്ലാം നല്ല പൈസ ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്കധികം ഇവിടെ ചെറുതാണ് കിട്ടൽ. അപ്പം ഞാനത് ഇനിയിപ്പം ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ, സൈഡായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ, അതിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ നേരം വെച്ചിട്ട് ഗ്യാസ് വെറുതെ കളയേണ്ടയില്ലല്ലോ. ഇനി പാകത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിള വരുന്നുണ്ട്, അന്നേരം തന്നെ ചോറ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നവാബ് അതുപോലെ ആശീർവാദ് അരിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പൊന്നി അരിൻ്റെ ചെറിയ അരിയാണ് ഉപയോഗിക്കുക. വേഗം വെന്ത് കിട്ടും, ഒരു 10-15 മിനിറ്റ് മതി. അപ്പോൾ ഞാനതൊന്ന് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വരുന്ന വഴിക്ക് ഉമ്മ എനിക്ക് ഉലുവക്കഞ്ഞി തന്നിട്ടുണ്ടേനും. അമ്മനെ സ്കൂളിൽ കൊണ്ടായി കൊടുത്ത് വരുമ്പോഴാണ് ഉലുവക്കഞ്ഞി ഉമ്മ തന്നിട്ടുള്ളത്. ഇത് കർക്കിടക സ്പെഷ്യലാണ്, അധികവും ഉമ്മ ഉണ്ടാക്കും കേട്ടോ. ഉലുവക്കഞ്ഞി ഉണ്ടാകും, എള്ളും അവിലും ഉണ്ടാകും. ഈ സമയത്താണ് പ്രസവിച്ച സ്ത്രീകളെല്ലാം നമ്മൾ മരുന്ന് കഴിക്കാൻ സ്വന്തം വീട്ടിലേക്ക് പോവുക. പൊടി ഇടിച്ചിട്ടും കഴിക്കും. പിന്നെ ഇതുപോലെ ഡെയിലി രാവിലെ ഇത് ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് തരും. കുറേ ധാന്യങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉലുവയെല്ലാം. ചെറുപയർ, മമ്പയർ, അതുപോലെ വൻപയറാണ് മമ്പയർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ധാന്യങ്ങളെല്ലാം കൂടി വേവിച്ചെടുത്തിട്ട് തേങ്ങയും വെല്ലയിലും കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ മധുരം ഇല്ലാണ്ടും ആക്കിയെടുക്കും. അപ്പോൾ ഉലുവക്കഞ്ഞിയെല്ലാം കഴിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേഗം വെന്ത് കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് വാർത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. തുവരപ്പരിപ്പ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പാണ് നമുക്ക് വേണ്ടത്.
അതുപോലെ ഒരു ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളകും ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തുവരപ്പരിപ്പിന് കുറച്ച് വേവ് കൂടുതലാണ്, പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം. ഞാൻ ആദ്യമെല്ലാം മസൂർ ദാലേനും എടുക്കല്, അത് ചുവന്ന കളറിലെ പരിപ്പാണ്, അത് വേഗം വെന്ത് കിട്ടും കേട്ടോ. ഒരു വിസിൽ അടിച്ചാൽ മതി സാമ്പാറിനാണെങ്കിൽ. ഇതിപ്പം ഞാൻ 4 വിസിൽ അടിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും അത്രേ വേണ്ടുള്ളൂ. 1/4 അര, അതിൽ കൂടണ്ട. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. 4 വിസിൽ ഞാനിപ്പോൾ അടിക്കുന്നുണ്ട്. എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. അല്ലെങ്കിൽ 2 വിസിലോ 3 വിസിലോ അടിച്ചാൽ മതി. അതവിടെ വെച്ചതിന് ശേഷം ഞാൻ വെജീസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ വെണ്ടക്ക, അതുപോലെ കോവക്കയും ചെറിയുള്ളിയും പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5-10 ചെറിയുള്ളി ഉണ്ട് കേട്ടോ. ഞാൻ മാക്സിമം പച്ചക്കറികൾ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം വെണ്ടക്കയും ക്യാരറ്റും ആണ്. എനിക്കിഷ്ടം ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് എല്ലാം ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ ഇന്നേ പച്ചക്കറി എന്നൊന്നുമില്ല, എല്ലാം കഴിച്ചോളും. പച്ചക്കറി നല്ലതല്ലേ നമ്മുടെ ശരീരത്തിലെത്തല്ലേ. പിന്നെ എപ്പോഴെങ്കിലും മാത്രമേ ഇങ്ങനെ ഒരുമിച്ചിട്ട് സാമ്പാർ വെക്കലുള്ളൂ. വെച്ചാൽ തന്നെ 2 ദിവസം എടുക്കും കേട്ടോ. ഇനി ഞാൻ കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, അതുപോലെ കോവക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഞാൻ വാട്ടിയെടുക്കുന്നതാണ്. അത് കുക്കറിലിട്ട് കഴിഞ്ഞാലേ കഞ്ഞി പോലെ ആയിപ്പോവും. അതുകൊണ്ട് അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പാട് നോർമലായിട്ട് ഇട്ട് കൊടുക്കാണ്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. ഈ ഒരു സാമ്പാർ പൊടി ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചാണ്. ഇതിന് മുന്നേ ഞാൻ സാമ്പാർ വെച്ചപ്പം കായത്തിൻ്റെ പൊടിക്ക് പകരം അത് വലിയൊരു പീസേനും കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതെന്നെ വെച്ചിട്ടേനും സാമ്പാർ ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ഒരു ചൊയ ഉണ്ടേനും, അത് കായ ഇട്ട പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടേനും. അതുകൊണ്ട് കായത്തിൻ്റെ പൊടി ഞാൻ ഈ പ്രാവശ്യം ഇടുന്നില്ല. അസഫോഡിയ എന്നാൽ കായത്തിൻ്റെ പൊടിക്ക് പറയാം. അപ്പം ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പുളി, നേരത്തെ കണ്ട പുളിയില്ലേ, അത് ഞാൻ ഫുള്ള് വെള്ളമായിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അനക്കില്ലേ ആദ്യമെല്ലാം സാമ്പാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്, ഭയങ്കര പണിയുള്ള പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീട് നമ്മൾ ഉണ്ടാക്കി ആ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് അതെല്ലാം വേഗം കയ്യൊന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഓരോ സ്റ്റെപ്പായിട്ടുള്ള പരിപാടി അത് വേഗം കഴിയും കേട്ടോ. പിന്നെ അതൊന്ന് മൂടി വെച്ചിട്ട് 2 വിസിൽ അത്രേ വേണ്ടുള്ളൂ. കാരണം ബാക്കിയുള്ളതെല്ലാം വേഗം വെന്ത് കിട്ടും. വെജീസ് ഒന്നും അധികം വേവിക്കുകയോ ചെയ്യേണ്ടയില്ല. ഞാനുണ്ടല്ലോ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. സാമ്പാറിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വറുത്തരച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇടാണ്ടും സാമ്പാർ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ അത് അത്ര ഇഷ്ടമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. തീരെ നമുക്ക് പറ്റൂലെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ വിസിലെല്ലാം വന്ന് ഇനി നമുക്ക് തുറന്നു നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഒരുവിധം വെന്തിട്ടുണ്ട്, വെന്തടിയരുതേ. ഇനി ബാക്കി മുരിങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കണമെന്നില്ല. നേരത്തെ ഞാൻ 1 കപ്പ് വെള്ളവും പിന്നെ പുളി പാർന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതെന്നെ മതി. ഇനി ഒരു വിസിൽ മതി, ഒരൊറ്റ വിസിൽ. എന്നിട്ട് അത് കഴിയുന്ന വരെ വെക്കണം കേട്ടോ വിസിൽ. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരച്ചതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഈ നേരത്തെ കാണിച്ച തേങ്ങ ഞാൻ ഫുള്ളായിട്ട് ചിരണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും 1 ടേബിൾ സ്പൂണ് നല്ല ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം എല്ലാം ഈ ഒരു സാമ്പാർ ഓണത്തിൻ്റെ പ്രിപ്പറേഷനിലെല്ലാം നല്ല ജീരകം മുഖ്യമാണ്. പ്രത്യേകിച്ച് കൂട്ടുകറിയിൽ അതുപോലെ പച്ചടിയിൽ എല്ലാം നല്ല ജീരകം വേണം കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്, നമുക്ക് തേങ്ങ വറുത്തരക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ കൂടി പോവണ്ട. തേങ്ങ ഇടുന്ന സമയത്ത് തീ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് വാട്ടി എടുക്കേണ്ടത്. പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആദ്യം ചെറുതായിട്ട് വെച്ചിട്ട് പിന്നെ കൂട്ടി വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടി കൊടുക്കണം. കുറേ കഴിഞ്ഞാൽ കളർ മാറി വരും. സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും കഴിക്കും. അതുകൊണ്ട് തന്നെ ചോറ് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പിറ്റേന്ന് ഇഡ്ഡലി ഉണ്ടാക്കും. സാമ്പാറാണെങ്കിൽ അതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും എല്ലാം കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മസാല ദോശയും അതെല്ലാം പിന്നെ പറയേണ്ടയില്ല. കളറ് മാറി വന്നാണ്ടില്ലേ നിങ്ങൾ ഇതിലേക്ക് 1.5 ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകുന്നു ചെയ്യാണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഞാൻ ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ട് തണിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. മറന്നുപോയേട്ടാ, നേരത്തെ ഞാൻ പച്ചക്കറിയെല്ലാം ഇടുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്ക വാട്ടിയെടുക്കാം. ഇതുപോലെ ചെയ്യാണ്ട് ആദ്യം തന്നെ വെണ്ടക്ക വാട്ടിയിട്ട് ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ കിട്ടും. തേങ്ങ
വറുത്തിട്ട് വെണ്ടക്ക ഇടാന്നേനും വിചാരിച്ചത്. പക്ഷേങ്കിൽ അതിൻ്റെ അടി തേങ്ങയെല്ലാം ആയിട്ട് ഒരു മാതിരി ആയിട്ടുണ്ടേനും. അപ്പം ഞാനത് ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുത്താൽ മതി, അന്നേരം തന്നെ അത് വെന്തോളും. ഇനി കുക്കറിൻ്റെ അടപ്പെല്ലാം ഞാൻ തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങേൻ്റെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സി ഒന്ന് കുലുക്കിയിട്ട് വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ലൊരു കായത്തിൻ്റെ മണം വരുന്നുണ്ട്. ഞാൻ കായമൊന്നും ഇട്ട് കൊടുത്തിട്ടേ ഇല്ല. ഈ സാമ്പാർ പൊടി മാത്രമേ പിന്നെ മസാലപ്പൊടികളെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കായ ഇടണമെന്നേ ഇല്ല. ഇനി വേണമെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിത്തീരുന്നതിന് മുന്നേ വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പെർഫെക്റ്റ് ആയി. ഇത് എരിവും പുളിയും എല്ലാം മിക്സായി ചേർന്നിട്ടുള്ളതാണ്. മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ, അല്ലെങ്കിൽ അതിൽ മുന്നേ ഉണ്ടാക്കി നോക്കേ. ഞാൻ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 2 ദിവസം എടുക്കുകയും ചെയ്യും. പിന്നെ ഇഡ്ലിക്കും ദോശക്കും എല്ലാം കൂട്ടും കേട്ടാ. പിന്നെ മക്കൾക്ക് ഇഡ്ലിക്ക് സാമ്പാർ ഇഷ്ടമല്ല, അവർക്ക് ചട്നി തന്നെയാണ് ഇഷ്ടം. ഇനി നമുക്ക് ചോറ് വയ്ക്കാം, അതിൻ്റെ പരിപാടിയിലാണ്. അപ്പം ഞാൻ മുട്ട ഓംലേറ്റ് ആക്കുന്നുണ്ട്. 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഉള്ളിയും അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പച്ചമുളക് വെറുതെ കടിക്കണ്ട, ചെറിയ മക്കൾ കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. എനിക്കും നമ്മുടെ ചോറ് കഴിക്കുന്നതിൻ്റെ പച്ചമുളക് ഇടാണ്ടാണ് നല്ലത്. കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 ട്രിപ്പായിട്ട് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ മക്കളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് അല്ലറ ചില്ലറ സാധനങ്ങളും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് സാമ്പാറിൽ തന്നെ തുടങ്ങാം. അപ്പം ഞാൻ സാമ്പാർ ഒരു ചെറിയ മൺചട്ടിയിൽ ആക്കി എടുക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള സാമ്പാർ തണിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. രാത്രിയും രാവിലെയെല്ലാം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പച്ചക്കറി ഉണ്ടായാൽ തന്നെ സാമ്പാറിൽ കുറേ പച്ചക്കറി ഉള്ള പോലെ തന്നെയാണ്. ഇതിലും കൂടുതൽ കളർ ഉണ്ട് കേട്ടോ. അപ്പം ലേറ്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി കളർ എനിക്ക് തോന്നാത്തത്. അപ്പം നമ്മൾ സാമ്പാർ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ, മറക്കല്ലേ. അപ്പം ഞാനിത് ടേബിളിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ചെമ്മീൻ മസാല, ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളോട് പറഞ്ഞില്ലേ, രാവിലെ ഒരു മസാലയും കൂടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മുട്ട ഓംലേറ്റ്, പപ്പടം, കയ്പ്പക്ക ഭയങ്കര ടേസ്റ്റാണ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം അതും ഉണ്ട്. അതിൻ്റെ കൂടെ അച്ചാറുണ്ട്. അച്ചാർ തീരാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടീസുമായിട്ട് ഇന്ന് ഉച്ചയൂണ് കഴിക്കാൻ പോവാണ്. ഒന്നുമില്ല എന്ന് വിചാരിച്ചതേനും, ഇറച്ചിയില്ല മീനുമില്ല ഒന്നുമില്ല എന്ന് വിചാരിച്ചതാ. പക്ഷേ എല്ലാം ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനെല്ലാം മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുമേ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ മറക്കല്ലേ. ഈ ചെമ്മീൻ റോസ്റ്റ് സൂപ്പറാണ് കേട്ടാ. ഞാനിതിൽ മുന്നേ കണ്ണൂർ സ്റ്റൈൽ ഉച്ചയൂണെന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടേനും. അപ്പോൾ അതെല്ലാം പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. ഉച്ചയൂണെന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്. അതേപോലെ കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസ്, നാടൻ ഫുഡ്, റമദാൻ റെസിപ്പീസ് അങ്ങനെയെല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തല്ലുണ്ടെ ഒന്ന് കണ്ടോക്കെ. ഞാനിങ്ങനെ ചോറ് വിളമ്പുന്ന സമയത്ത് ഓരോരുത്തർ ഓരോ പീസ് ഓർക്ക് ഇഷ്ടമുള്ള വേണമെന്ന് പറയുന്നുണ്ട്. ചിലർ മുരിങ്ങ വേണം, പിന്നെ ചിലർക്ക് വെണ്ടക്ക മതി, അതുപോലെ ക്യാരറ്റ് അങ്ങനെയെല്ലാം. പിന്നെ ആർക്കും വേണ്ടാത്തൊരു സാധനം കോവക്കയും ബീട്രൂട്ടാണ്. അതെല്ലാം എനിക്ക് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ ഒരു. അപ്പം ഞാൻ കൂട്ടി കുഴച്ച് നമ്മൾ മൊത്തത്തിൽ മിക്സാക്കി കഴിയണം. കറിയിൽ കുളിപ്പിച്ച് ചോറ് കഴിക്കണം കേട്ടോ ഈ സാമ്പാറിലാണെങ്കിൽ. അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. പുതിയ റെസിപ്പീസുമായിട്ടും പുതിയ വീഡിയോ ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ, മസ്സലാമ.